ആത്മകഥാ വിവാദം രൂക്ഷമായതോടെ വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ ഉരുണ്ട് കളിച്ച് ഇ.പി. ജയരാജൻ. വിശ്വസ്തനായ മാധ്യമ പ്രവർത്തകനെയാണ് ആത്മകഥ എഴുതാൻ ഏൽപ്പിച്ചതെന്നും അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ പുറത്തു പോകുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ആത്മകഥ പൂർത്തിയായിട്ടില്ലെന്നും ആരെയും തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ലെന്നും ഇ.പി. ജയരാജൻ കണ്ണൂരിൽ പ്രതികരിച്ചു. ഞാൻ എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ DC ബുക്സിനെ ഇത് പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. എൻ്റെ പുസ്തകം ഞാൻ അറിയാതെ എങ്ങനെ പ്രസിദ്ധീകരിക്കുക? ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക? ഈ പറയുന്ന കാര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇതെല്ലാം അത് ഞാൻ എൻ്റെ ഒരു വിശ്വസ്തനായിട്ടൊരു പത്രപ്രവർത്തകനെ ഇത് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധാരണഗതിയിൽ സാധ്യതയില്ല. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിശദാംശങ്ങളായി. മിഥുൻ, നമുക്കറിയാം ഇ.പി. ജയരാജൻ മാധ്യമങ്ങളുടെ മുന്നിൽ ഉരുണ്ട് കളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? കാരണം അദ്ദേഹം പറയുന്നുണ്ട് തന്റെ ആത്മകഥയല്ല, തന്റെ ആത്മകഥയിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഇല്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, താൻ ഇത് എഴുതാൻ ഏൽപ്പിച്ചത് വിശ്വസ്തനായ ഒരു മാധ്യമ പ്രവർത്തകനെയാണ്, അദ്ദേഹത്തിൽ നിന്നും ഈ വിവരങ്ങൾ ചോർന്നു പോകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതിൽ നിന്ന് വ്യക്തമല്ലേ കാര്യങ്ങൾ? തീർച്ചയായും ദേവിക, ഇന്നിപ്പോൾ ഇ.പി. ജയരാജൻ വീണ്ടും മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഉരുണ്ടുകളിയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. താൻ എഴുതാത്ത, തന്നോട് ചോദിക്കാത്ത ആത്മകഥ താൻ അറിയാതെ പ്രകാശനം ചെയ്യുമെന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, താനിപ്പോഴും ആത്മകഥ എഴുതിയിരിക്കുകയാണ്, അത് പൂർത്തിയായിട്ടില്ല. ഈ പൂർത്തിയായ കാര്യങ്ങൾ തന്റെ ഉറ്റ സുഹൃത്തായ അല്ലെങ്കിൽ അർത്ഥമായ ഒരു മാധ്യമ പ്രവർത്തകനെയാണ് ഏൽപ്പിച്ചത് എന്ന് പറയുന്നു. ഇവിടെ നിന്ന് മറ്റെവിടെയെങ്കിലും പകർപ്പുകൾ ചോർന്നു പോകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും ഇ.പി. ജയരാജൻ പറയുകയുണ്ടായി. മാത്രമല്ല, ഇപ്പോഴുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ താൻ DGPക്ക് പരാതി നൽകുമെന്നും ഇ.പി. ജയരാജൻ പറയുകയുണ്ടായി. ഏതായാലും DC ബുക്സ് കാണിച്ച് ശരിയായില്ല, DC ബുക്സുമായിട്ട് യാതൊരു ചർച്ചയും അല്ലെങ്കിൽ DC ബുക്സിന് തന്റെ ഈ ഒരു ആത്മകഥ പ്രദർശിപ്പിക്കാനുള്ള അനുമതി താൻ നൽകിയിരുന്നില്ല എന്നും ഇ.പി. ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ ഒരു ഗൂഢലക്ഷ്യമാണെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അന്നേരം വലിയ സമ്മർദ്ദത്തിൽ തന്നെയാണ് ഈ ഒരു ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് ഇ.പി. ജയരാജൻ ഉള്ളത് എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. ശരി മിഥുൻ.